നമ്മൾ നെക്സ്റ്റ് ഫീൽഡ് ലൈൻസിന്റെ പെക്യൂലിയാരിറ്റീസ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ കുഞ്ഞുമക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഫീൽഡ് ലൈൻസിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫീൽഡ് ലൈൻസിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിക്കോളാം. ഒന്ന്, നിങ്ങൾ നോക്കടാ മക്കളെ, ഐസോലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും ഐസോലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ് ഞാൻ ആദ്യം വരച്ചത്. നിങ്ങൾ നോക്കടാ, ഇങ്ങനെ അങ്ങോട്ട് പോകും, എന്നിട്ട് ഫീൽഡ് തീരുമ്പോൾ ആ ലൈൻ സ്റ്റോപ്പ് ആവും ആണല്ലോ. എന്ന് പറഞ്ഞാല് അത് കണ്ടിന്യൂസ് അല്ല, ഒരു സ്ഥലത്ത് അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇത് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഓർജിനേറ്റ് ചെയ്യും. ആ ഫീൽഡിന്റെ അറ്റത്ത് അത് എൻഡ് ചെയ്യും. ഇവിടെയോ എവിടുന്നോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്യും. വീണ്ടും തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നില്ല. ഡിസ്കണ്ടിന്യൂസ് ലൈനുകളാണ്. ഇവിടെ നോക്കടാ, ഡൈപോളിന്റെ കേസിൽ നോക്കടാ, നെഗറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോസിറ്റീവിൽ എൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വീണ്ടും തിരിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കൂടി വരുന്നില്ല. ഇതേപോലുള്ള ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിലും ഉണ്ട്. അതിനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബാർ മാഗ്നറ്റിന്റെ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് നോർത്തിൽ നിന്നാണ്. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലേക്കാണ്. ഓക്കെ, നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈന് സൗത്തിൽ എൻഡ് ചെയ്യുന്നില്ല, അതിന്റെ ഉള്ളിലേക്കൂടി നോർത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നു. അതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പുകളാണ്, അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഡിസ്കണ്ടിന്യൂസ് ലൈനുകളാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി they are discontinuous lines. Nane, they are discontinuous lines. They are discontinuous lines. That is, they never form closed loops ഫോം ചെയ്യുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. കുഞ്ഞുങ്ങളെ കണ്ടോടാ, രണ്ടാമത്തെ പ്രോപ്പർട്ടി കണ്ടോ? ഈ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ ആണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ ആണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാ, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് സോഴ്സ് ചാർജിന്റെ ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേടാ അവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് തന്നെയല്ലേടാ ഈ ഫീൽഡ് ലൈനിൽ പോകുന്ന ഡയറക്ഷന്. അപ്പൊ ഇവിടെ എന്താണ് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ, ആ പോയിന്റിലേക്ക് കൂടി കടന്നു പോകുന്ന ഫീൽഡ് ലൈൻ എങ്ങോട്ടാണോ പാസ് ചെയ്യുന്നത് അത് തന്നെയാണ് ആ പോയിന്റിലെ ഫീൽഡ്. ഈ പോയിന്റിൽ എന്താണ് ഫീൽഡിന്റെ ഡയറക്ഷൻ? ആ പോയിന്റിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് തന്നെയാണ് അവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ. That is, the direction of field line give the direction of field at that point. എന്താണ്? Direction of field line give the direction of field at that point. അപ്പോൾ ഒരു സംശയം വരും, ഫീൽഡ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലോ ഓക്കെ മാസ്റ്റർ, ഫീൽഡ് ലൈൻ കർവ് ആണെങ്കിലും ഫീൽഡ് ലൈൻ എവിടെ കർവാണ്, അവിടെ കർവാണ് എങ്കിൽ അവിടെ ഇങ്ങനെ ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും. അവിടെ എങ്ങനെയെന്ന് അറിയാവോ? നല്ലോണം ശ്രദ്ധിച്ചോ. ഫീൽഡ് ലൈൻ കർവ് ആണെങ്കിൽ ആ കർവിനൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്നൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്ഷൻ. ഈ ഫീൽഡ് ലൈനിലെ കർവ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ലൈനിലെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി അറിയാവോ? ആ പോയിന്റിൽ നിങ്ങൾ ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് അവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് അറിയാവോ? അവിടെ നിങ്ങൾ ഒരു ടാൻജന്റ് വരച്ചതാ. അപ്പൊ ഫീൽഡ് ലൈൻ കർവ് ആണെങ്കിൽ
ടാൻജന്റ് വരച്ചാൽ മതി. അത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലോ ഈ പോയിന്റ് വരയ്ക്കുന്ന ടാൻജന്റ് എന്ത് തന്നെയാണ്, ആ ലൈൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ന് പറയാം ടാൻജന്റ് ഡ്രോൺ. ടാൻജന്റ് drawn to the field line gives the direction of field at that point. Okay, tangent drawn to the field line give the direction of field at that point. Okay, എന്നിട്ടുണ്ടല്ലോ നിങ്ങളൊരു ഫീൽഡ് ലൈൻ ഒരു കർവ്ഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈനിൽ നിങ്ങൾ ടാൻജന്റ് വരേണ്ട കാര്യമില്ല, അതെന്താണ് ടാൻജന്റ്. ഓക്കെ, കർവ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ലൈൻ വരയ്ക്കുക. ആ ഫീൽഡ് ലൈനിലെ രണ്ട് പോയിന്റുകൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് എ, ഇത് ബി. എ എന്ന പോയിന്റിൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്? എ എന്ന പോയിന്റിൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്? എ എന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഡയറക്ഷൻ. ദിസ് ഈസ് ദി ഫീൽഡ് അറ്റ് എ. ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അറ്റ് എ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഇവിടെ നിങ്ങൾ ഒരു ടാൻജന്റ് വരച്ചാൽ this is the direction of field at B. Okay, this is the direction of field at B. രണ്ടായി ക്ലിയറാണല്ലോ. ഇനിതാ മൂന്നാമത്തെ പറയട്ടെ. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടൂല. Two field lines never intersect each other. Okay, അതിന്റെ അങ്ങനെ എന്തുകൊണ്ട് അറിയണ്ടേ? നോക്കിക്കോ. മൂന്നാമത്തെ പോയിന്റ്, two field lines never intersect each other. Never intersect. ഞാൻ കാരണം പറയാം, ഞാൻ ഇവിടെ എഴുതുന്നില്ല, കുഞ്ഞുമക്കൾ എഴുതണം കേട്ടാ. Two field lines never intersect. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ രണ്ട് ഫീൽഡ് ലൈൻസ് എന്ന് വരച്ചേടാ. ഇതൊരു ഫീൽഡ് ലൈൻ, ഓക്കെ, ഇതാ വേറൊരു ഫീൽഡ് ലൈൻസ്. അത് കൂട്ടിമുട്ടി ഇത് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ ആ പോയിന്റിൽ ഫീൽഡ് ലൈനിൽ എന്ത് ചെയ്താൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. എങ്കിൽ ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഇവിടെ എങ്ങോട്ടാണ് ഫീൽഡ് കണ്ടെത്തുന്നത്? ഇവിടെ എങ്ങോട്ടാണ് ഫീൽഡ് എന്ന് ഞാൻ എനിക്ക് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരക്കേണ്ടതല്ലേ? പക്ഷെ ടാൻജന്റ് വരുമ്പോൾ പ്രശ്നം എന്താടാ? അവിടെ രണ്ട് ടാൻജന്റുകൾ പോസിബിൾ ആണ്. ഒന്നെങ്ങോട്ടാ? ഒരു ടാൻജന്റ് ഇങ്ങോട്ടാ, ഇങ്ങോട്ട്. വേറെ ടാൻജന്റ് എങ്ങോട്ടാ? വേറെ ടാൻജന്റ് ഇങ്ങോട്ട്. ഞാനിത് ഒന്നാമത്തെ ഫീൽഡ് ലൈനിൽ എടുക്കുന്നു, ഇത് രണ്ടാമത്തെ ഫീൽഡ് ലൈനിൽ എടുക്കുന്നു. ഇതാണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പോ ഇവിടെ ഞാൻ ഈ പോയിന്റിൽ ഇങ്ങോട്ട് ടാൻജന്റ് വരച്ചാൽ എനിക്കൊരു ഫീൽഡ് ഇങ്ങോട്ട് കിട്ടും. ഇങ്ങോട്ട് ടാൻജന്റ് വരച്ചാൽ എനിക്ക് വേറൊരു ഫീൽഡ് കിട്ടും. എന്താ പ്രശ്നം? ഒരു പോയിന്റിൽ രണ്ട് ഫീൽഡ് പറ്റുക. എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലേ? ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലേ? ടെസ്റ്റ് ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലേ? ഈ പോയിന്റ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ ഡയറക്ഷനാണിത്. ആ പോയിന്റിൽ നിങ്ങൾക്ക് രണ്ട് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ആ പോയിന്റിൽ ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ, അതായത് ഒരു ഫോഴ്സിന് രണ്ട് ഡയറക്ഷൻ. ഇവിടെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ.
ഒരു ഫോഴ്സിന് രണ്ട് ഡയറക്ഷൻ, ഒരു ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ. It is not possible. ഒരു ഫോഴ്സിന് എങ്ങനെയാണ് രണ്ട് ഡയറക്ഷൻ? ഒരു ഫോഴ്സ് എല്ലായ്പ്പോഴും ഒരു ഡയറക്ഷനിലോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് two field lines never intersecting? What is the reason എന്ന് ചോദിച്ചാൽ at the intersecting point we can draw two tangents. At the intersecting point we can draw two tangents which give two direction to a field, which give two direction to a field which is not possible. Okay, adonnu na two field lines never intersect because at the intersecting point we can draw two tangent which give two direction to a single field which is not possible. Okay, okay, next നിങ്ങളിവിടെ നോക്കുക. മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തെ പ്രത്യേകത മാഷ് പറയാൻ വേണ്ടി പോവാണ്. ഫീൽഡിന്റെ നാലാമത്തെ പ്രത്യേകത പറയാൻ വേണ്ടി പോവാണ്. ഫീൽഡ് ലൈൻസിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്തെന്നറിയാവാ? നിങ്ങൾ നോക്കി, നമ്മളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് അല്ല സോഴ്സ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് കുറേ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. അതിപ്പോൾ കുറേ എണ്ണം ഉണ്ട്, ശരിക്കും നമ്മൾ കുറച്ചേ വരച്ചിട്ടുള്ളൂ. ഇങ്ങനെല്ലാം വരക്കാണെങ്കിൽ നിങ്ങൾ നോക്കണം, മക്കളെ എല്ലായിടത്തും ഈ ഫീൽഡ് ലൈൻസ് ഒരുപോലെയാണ് തിങ്ങിക്കൂടിയിരിക്കുന്നത്. അല്ല, ഇവിടെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോ ഫീൽഡ് ലൈൻസ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഫീൽഡ് ലൈൻസ് തിങ്ങിക്കൂടിയിരിക്കുന്നത് എവിടെയാണോ അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. എവിടെയാണോ ഫീൽഡ് ലൈൻസ് തിങ്ങിക്കൂടാതെ കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ളത് അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ്, റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ. റിലേറ്റീവ് closeness of field lines, relative closeness of field lines give the strength of field in that region. Strength of field in that region. Okay, relative closeness of field lines give the strength of field in that region. That means more concentration of field lines represented, that is more concentration of field lines represents more strength. എന്ന് പറഞ്ഞാല് ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാണ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഞാനിവിടെ മൂന്ന് എല്ലാം കുറെ വരക്കുന്നില്ല, അപ്പൊ ഒരു വൃത്തികേടായിട്ട് തോന്നും. ഞാനിവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു പോയിന്റ്, എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്. എ എന്ന പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ബി എന്ന പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എ എന്ന പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത് ബി എന്ന പോയിന്റിലെ ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം എ എന്ന പോയിന്റിലെ ഫീൽഡ് ലൈൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ബി എന്ന പോയിന്റിൽ ഫീൽഡ് ലൈൻസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫോർത്ത് പോയിന്റ്. ആൻഡ് ദി ഫിഫ്ത്ത് പോയിന്റ്, പാരലൽ ആയിട്ടുള്ള കുറേ ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അതിന്റെ അർത്ഥം എന്ന് അറിയോ? പാരലൽ ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് നിങ്ങൾ കാണുന്നു, അതിന്റെ അർത്ഥം എന്ന് അറിയോ? അവിടെ എവിടെ നിങ്ങൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലായിടത്തും സ്ട്രെങ്ത് ഒരേപോലെ. ദാറ്റ് മീൻസ് അതിന് പറഞ്ഞ എല്ലാ ഒരു സ്ഥലത്ത് എവിടെ ഏത് പോയിന്റ് എടുത്താലും
ഒരു റീജിയനിൽ പല പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെല്ലാം ഫീൽഡ് നോക്കുമ്പോൾ ഫീൽഡ് ഒരേപോലെ ഫീൽഡ് എങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് യൂണിഫോം ഫീൽഡ്. ഓക്കെ, അതാണ് യൂണിഫോം ഫീൽഡ്. ദാറ്റ് മീൻസ് parallel field lines represents a uniform field. അതേസമയം ഫീൽഡ് ലൈൻസ് കർവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം അവിടെ എല്ലായിടത്തും ഫീൽഡ് ഒരുപോലെയല്ല. ഇവിടത്തെ ഫീൽഡ് അല്ല ഇവിടെ, അതല്ല ഇവിടെ. That means a curved field lines represents a non-uniform field. Okay, curved field lines represents a non-uniform field. അതായത് ഇതാ parallel field lines. ഇതാ ഫീൽഡ് ലൈൻസ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് കാണാം, വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് ആണ്. എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം കേട്ടോ. ഇവിടെ നിങ്ങൾ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യും. എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, സി എന്ന പോയിന്റ്, മൂന്നാണ്. ഇവിടെ നിങ്ങൾ എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യും. ഇവിടെ എയിലുള്ള ഫീൽഡ് തന്നെയാണ് ബിയിലുള്ള ഫീൽഡ്, അത് തന്നെയാണ് സിയിലുള്ള ഫീൽഡ്. അതേസമയം ഇവിടെ എയിലുള്ള ഫീൽഡും ബിയിലുള്ള ഫീൽഡും ഈക്വൽ അല്ല. എവിടെയാണ് കൂടുതൽ? കോൺസെൻട്രേഷൻ കൂടുതലുള്ള ബിയിൽ കൂടുതലും എയിൽ കുറവുമായിരിക്കും. മനസ്സിലായോ? ഇതെങ്ങനെ ഉണ്ടാക്കാനാ? ഇതിലെ പണിയൊന്നുമില്ല. ഇതാ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി എടുക്കുക, കുറെ പോസിറ്റീവ് ചാർജുള്ള ബോഡി, നെഗറ്റീവ് ചാർജുള്ള വേറൊരു ബോഡി എടുക്കുക. അപ്പൊ എന്താണെന്നറിയോ, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ ആ ടെസ്റ്റ് ചാർജ് ഒറ്റ പോക്കാണ് ഇയാളുടെ. ഇവിടെ വെച്ചാലോ ഇങ്ങോട്ട്, ഇവിടെ വെച്ചാലോ ഇങ്ങോട്ട്. നോക്കാം, അവിടെ പാരലൽ ലൈൻസ് കിട്ടിയില്ലേ? പാരലൽ ഫീൽഡ് ലൈൻസ് കിട്ടിയില്ലേ? അവിടെ ഇപ്പൊ എന്താ, ഇതിന്റെ ഇടയിൽ എപ്പോഴും യൂണിഫോം ഫീൽഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഫീൽഡ് ലൈൻസിന്റെ ലാസ്റ്റ് പ്രോപ്പർട്ടി ഒരു ചാർജിന് ബോഡി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴത്തെ തന്നെ നോക്കാം. ഒരു ചാർജിന് ബോഡി എടുത്താൽ, ഇതാ ചാർജിന് ബോഡി, മാഷന്റെ ചാർജിന് ബോഡി എടുത്താണേ. ഇതാ ചാർജിന് ബോഡി, പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി, ഈ പോസിറ്റീവ് ചാർജുള്ള ബോഡിയിലെ നമ്മൾ ഫീൽഡ് ലൈൻസ് വരക്കുന്നു വിചാരിക്കാം. ഓക്കെ, അതായത് ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് എങ്ങനെ മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. എങ്കിൽ ഇവിടുത്തെ ഫീൽഡ് ലൈൻ ഇങ്ങനെയാ. ഓക്കെ, ഇവിടെ വെച്ചാലോ അങ്ങോട്ട് മൂവ് ചെയ്യും, ഇവിടെ വെച്ചാലോ ഇങ്ങോട്ട് മൂവ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം വരക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതെല്ലാം വരക്കുന്നില്ല. ഇതാ 2-3 വരക്കാം. അപ്പൊ ഈ ചാർജിന്റെ ബോഡി, ഒരുപാട് ചാർജുള്ള പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി ഞാൻ എടുത്തു. ആ ബോഡിയിൽ വരക്കാവുന്ന ഫീൽഡ് ലൈൻസിൽ ചിലത് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ആ ഫീൽഡ് ലൈൻസ് നിങ്ങൾ നോക്കണ മക്കളെ, എങ്ങനെയാണ്? That field lines are normal, perpendicular to the surface of the body. ഇതാണ് ബോഡിയുടെ സർഫസ് എന്ന് വിചാരിക്കുക. അതിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ് ലൈൻസ്.
അല്ലാതെ ഒരിക്കലും ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ, നോട്ട് പോസിബിൾ, നോട്ട് പോസിബിൾ. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇനിയിപ്പോ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, ബോഡി നെഗറ്റീവ് ചാർജുകളാണെങ്കിലോ, ഇപ്പോ നെഗറ്റീവ് ചാർജുകൾ വരും. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ചാർജ് ഇവിടെ വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ എന്താണ് പ്രോപ്പർട്ടി? ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് നോർമൽ. ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് നോർമൽ ടു. Field lines are always normal to always normal to field lines are always normal to the charged body. മനസ്സിലായ? അപ്പൊ ഇവിടെ ഫീൽഡ് ലൈൻസ് എന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം മാസ്റ്റർ ബോർഡിൽ എഴുതിയിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. അപ്പോൾ ഇത്രയാണ് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാം പറഞ്ഞു. എന്താണ് ഫീൽഡ് ലൈൻസ് എന്നുള്ളത് ആദ്യം നിങ്ങൾ പറയുന്നത്. എന്താണ്? ദീസ് ആർ ദി ഇമാജിനറി ലൈൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. പിന്നെ വ്യത്യസ്ത സിംഗിൾ ചാർജുകളും ചാർജിന്റെ സിസ്റ്റങ്ങളും കൊണ്ടുള്ള ഫീൽഡ് ലൈൻസിന്റെ നേച്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഫീൽഡ് ലൈൻസ് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്.